Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. PDF കാണാമോ? Good afternoon. Good afternoon, ma'am. നമ്മള് ഫ്രണ്ട് ഓഫീസിന്റെ സ്കിൽസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടെ വരെ പറഞ്ഞു, കുറച്ച് വരെ പറഞ്ഞോ? കുറച്ച് വരെയല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ടീം വർക്ക് ആണ് കേട്ടോ. ഫ്രണ്ട് ഓഫീസിന്റെ നെക്സ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? ടീം വർക്ക്. Yes. Be respectful all members of your team. Be respectful all members of your team. നമുക്കറിയാം ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന വലിയൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അല്ലെ. അപ്പൊ അവരുടെ കൂടെ എന്താണ്, ഹയർ പൊസിഷനും ലോവർ പൊസിഷനൊക്കെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ആരൊക്കെ ഉണ്ടായപ്പോലും എന്താണ്, അവർക്ക് ഒരു ടീം എന്ന രീതിയിൽ അല്ലെങ്കിൽ എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട് അവരോടൊക്കെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, എന്റെ ടീമിനുള്ളിൽ എപ്പോഴും അങ്ങനെയാണ്, പരസ്പരം പല സ്റ്റാഫുകളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ടായിരിക്കും. ഓക്കെ, then be cohabit and open-minded to help offered by your supervisor or other members of your team. ഓക്കെ, നമ്മൾ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? ഓപ്പൺ മൈൻഡഡ് എന്ന് പറയുന്നതാണ് അത്യാവശ്യം സഹാനുഭൂതിയും തുറന്ന മനസ്സുള്ള ഒരു രീതിയിലായിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് മെമ്പേഴ്സിന്റെ അകത്ത്. അതായത് നമ്മുടെ ടീം മെമ്പേഴ്സിനകത്ത് ടീമിനുള്ളിൽ എപ്പോഴും എങ്ങനെയായിരിക്കണം? വളരെ സഹാനുഭൂതിയോടുകൂടിയും ഓപ്പൺ മൈൻഡഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയർ ആയിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ടീമിനകത്ത്. Then be willing to work together to accomplish department and institution goals. Be willing to work together to accomplish department and institution. എന്താ പറയുന്നത് അവിടെ? എങ്ങനെയായിരിക്കും ഇവിടെ വർക്ക് ചെയ്യേണ്ടത്? ടീമായിട്ട് വർക്ക് ചെയ്തവർ ഒരുമിച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഒരു ടീമായിട്ട് തന്നെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ചാപ്റ്റർ നെയിമോ? പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, മൊഡ്യൂൾ 6 യൂണിറ്റ് 3. ഓക്കെ, ഈ 3 പോയിന്റ്സ് മനസ്സിലായോ?
Then be willing to share your knowledge with others, mentor and support new team members. Be willing to share your knowledge with others, mentor and support new team members. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? എത്രത്തോളം നോളജ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം. പ്രത്യേകിച്ച് പുതിയതായിട്ട് വരുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മെന്റർ എന്ന നിലയിൽ അവരുടെ കൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതും ഒരു ടീം വർക്കുമായി ബന്ധപ്പെട്ട ഒരു സ്കില്ലാണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന നോളജ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാം. പ്രത്യേകിച്ച് എങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ന്യൂ ടീം മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഫ്രഷേഴ്സ് ആയിരിക്കുമല്ലോ, അപ്പൊ അവരൊന്ന് ഗൈഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് എന്ന പോലെ ഒരു വെഞ്ചർ എന്ന പോലെ ബിഹേവ് ചെയ്യുക, അതും ഒരു പ്രധാനപ്പെട്ട സ്കില്ലിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, then be willing to be available and do your share of necessary extra. Take one for the team. Be willing to available and do your share of necessary extracts. Take one for the team. എന്താണ് നെസസറി എക്സ്ട്രാക്ട്സ് എന്നിവിടെ സൂചിപ്പിക്കുന്നത്? എക്സ്ട്രാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ എക്സ്ട്രാ അധികാരങ്ങൾ വന്നേക്കും അല്ലെ? അതായത് ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ ചെയ്തിരിക്കുന്ന ജോബിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ എന്താണ് അധികമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോ ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആവുക. എക്സ്ട്രാ പോയിന്റ്സ്, എക്സ്ട്രാ ഡ്യൂട്ടീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാതെ അത് ചെയ്യാനായിട്ട് ശ്രമിച്ചു വരുന്നത്. ടീമിന് വേണ്ടി ആയിരിക്കും നമ്മൾ അത് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, yes. Yes. Then give recognition and credit wherever you can for a job well done or a difficult situation well handled. Give recognition and credit wherever you can for a job well done or a difficult situation well handled. വായിച്ചു നോക്കാമോ? എന്താ പറയുന്നത്? എനിക്കാണ് പറയുന്നത്. ഒരാൾ നല്ല ജോലി നന്നായിട്ട് ചെയ്യണമെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ബ്ലെൻഡ് ചെയ്യണം. അവർക്ക് എന്ത് കൊടുക്കേണ്ടതാണ്? എന്ത് കൊടുക്കണം? ഒരാൾ നന്നായിട്ടൊരു ജോലി ചെയ്തു അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിന് ഈസി ആയിട്ട് അദ്ദേഹം ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. അങ്ങനെയുള്ളവരെ നമ്മൾ ടീമിൽ എന്ത് ചെയ്യും? കോമ്പൻസേഷൻ ഒരു ക്രെഡിറ്റ് കൊടുക്കും അല്ലെ? അവർക്ക് പ്രത്യേകമായിട്ടൊരു അപ്രീസിയേഷൻ അത് കൊടുക്കാനായിട്ട് വില്ലിങ് ആയിരിക്കണം അല്ലെ? അതായത് ആരെന്ത് നല്ലത് ചെയ്താലും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റാവുന്നത് ഒരു പ്രത്യേക ക്വാളിറ്റിയാണ് അല്ലെ? എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പറ്റാത്ത ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ എന്നിരുന്നാലും ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യും. എന്തായാലും നിർബന്ധമായിട്ട് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അപ്രീസിയേഷൻ കിട്ടാതെ മറ്റുള്ളവർക്ക് അത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ല സ്കില്ലായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, then listen and be attentive to what your customer needs. Listen and be attentive to what your customer needs. എന്താ പറയുന്നത്? കസ്റ്റമറിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അല്ലെ? അവർക്ക് എപ്പോഴും നല്ലൊരു ഗുഡ് ലിസണർ, ബി എ ഗുഡ് ലിസണർ എന്ന് പറയുന്നത് പോലെ ടീമിലാണെങ്കിലും എങ്ങനെയായിരിക്കണം?
കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സന്നദ്ധത എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴും അവരുമായിട്ട് ഒരു അറ്റൻറ്റീവ് ഫീലിംഗ് ഉണ്ടായിരിക്കണം. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്ന ഒരു കോർഡിനേഷനിലൂടെ ആയിരിക്കണം വർക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ യൂസിങ് ക്ലിയർ ബിസിനസ് ലാംഗ്വേജ് ആൻഡ് റിമെമ്പറിംഗ് ടു വാച്ച് ബോഡി ലാംഗ്വേജ്. Communication using clear business language and remembering to watch body language. ഇവിടെ എന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ഇതിനെ കുറിച്ചാണ് പറയുന്നത്. പൊളൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇവിടെ ഒരു ബിസിനസ് ആണ്. ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ബിസിനസ് തന്നെയാണ്. അപ്പോൾ അവിടെ ബിസിനസ് ലാംഗ്വേജിലുള്ള കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ കട്ട് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും വ്യത്യാസം വേണോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോ എങ്ങനെയായിരിക്കണം നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പില് കുറെ പേരുമായി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മള് എങ്ങനെയായിരിക്കണം? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. പറയുന്ന കാര്യങ്ങളിൽ എങ്ങനെ ഉണ്ടാവണം? പറയുന്ന കാര്യങ്ങള് ആക്യുറേറ്റ് ആയിരിക്കണം, കൃത്യമായിട്ടായിരിക്കണം നമ്മളത് പ്രസന്റ് ചെയ്യേണ്ടത്. ഓക്കെ, വ്യക്തമായിട്ടുള്ള രീതിയിൽ നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ശരീരഭാഷ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസോടൊപ്പം തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ മാനറിസം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മള് വളരെ പൊളൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ദേഷ്യം കയറി നിൽക്കുന്നതും വളരെ വിനീതമായി നിൽക്കുന്നതും രണ്ടും നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കിയേ. ദേഷ്യ രൂപത്തിൽ നിന്നുകൊണ്ട് കുറച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഫേസിൽ എന്തായിരിക്കും വരുന്നത്? ദേഷ്യത്തിന്റെ ആ ഒരു ഭാവമായിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ കാണിക്കുന്ന എങ്ങനെയാണ്? ആ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് ഫേസിൽ വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് നമ്മുടെ കണ്ണിലോ നമ്മുടെ ശരീരത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ എവിടെയാണെങ്കിലും പ്രത്യേകിച്ച് ഇങ്ങനെ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ എന്താണ്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ്. എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകളുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. നല്ല ക്ലിയർ കട്ട് ആയിട്ടുള്ള ബിസിനസ് ലാംഗ്വേജും അല്ലെങ്കിൽ നല്ലൊരു ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, then be a lifelong learner at your job as well as your personal education. Be a lifelong learner at your job as well as your personal education. ലൈഫ് ലോങ് ലേണർ എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? ലൈഫ് ലോങ് ലേണർ നമ്മുടെ ജോലിയിൽ നിന്ന് പല കാര്യങ്ങള് പഠിക്കാറുണ്ട് അല്ലെ. ജോലിയിൽ നിന്ന് നമുക്ക് നമ്മളുടേതായ ലൈഫിലേക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാറില്ലേ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെ വർക്ക് ചെയ്താലും ആരുടെ കൂടെ വർക്ക് ചെയ്താലും നമ്മൾ അവരിൽ നിന്ന് പല കാര്യങ്ങളും എന്താണ് കടമെടുക്കാറുണ്ട്, പലതും പഠിച്ചെടുക്കാറുണ്ട്. പേഴ്സണലി നമ്മൾ എന്താണ് ജീവിതകാലം മുഴുവൻ സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ആ ഒരു പഠനത്തിലാണ് അല്ലെ. ഏതുതരം സിറ്റുവേഷൻ ആണെങ്കിലും നമ്മള് ലൈഫ് ലോങ് ലേണേഴ്സ് ആണ്, പഠിതാവ് തന്നെയാണ്. ജീവിതാവസാനം വരെ നമ്മൾ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മളിൽ പല കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ജോലിയിൽ നിന്ന് പ്രത്യേകിച്ച് ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ജോലിയിൽ നിന്നും പല കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവാനാണ് നമ്മളെ സഹായിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ടീമിൽ ഒരു 10 പേരുണ്ടെങ്കിലും 10 പേർക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളായിരിക്കും അല്ലെ. 10 പേരും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർ ജോബ് ചെയ്യുന്നത്. അയാൾ ചെയ്യുന്ന ഏറ്റവും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾക്ക് അതിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും അല്ലെ. ഒരാൾ നല്ലത് ചെയ്തുകൊണ്ട് നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പല ആൾക്കാരും ശ്രമിക്കാറുണ്ട്. അനുകരണം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അവരിൽ നിന്ന് നമ്മൾ എന്തോ ഒരു ക്വാളിറ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യാറുണ്ടോ? ലൈഫിൽ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാറുണ്ടോ നിങ്ങള്?
അങ്ങനെയാണല്ലോ നമ്മുടെ ലൈഫ് അല്ലെ. നല്ലതല്ലേ നമ്മൾ സ്വീകരിക്കാറുള്ള, നെഗറ്റീവ്സിനെ നമ്മൾ കളയാറുണ്ട് മാക്സിമം. ഓക്കെ, അപ്പൊ എപ്പോഴും എങ്ങനെയായിരിക്കണം, ഒരു ലൈഫ് ലോങ് ലേണർ ആയിട്ടായിരിക്കണം. മാത്രമല്ല നമ്മൾ ആ ജോബ്സിൽ നമുക്ക് വളരെയധികം എന്താണ് പേഴ്സണലി നമ്മൾക്ക് ഒരു കാര്യം ഒരുപാട് നോളജസ് അവിടെ നിന്ന് കിട്ടുക. അതോടൊപ്പം നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കുക. Then be understanding of all people and situations, especially where you may have biases that are contrary. Always be willing to learn a new task. Versatility goes a long way. Yes, first point ഒന്ന് നോക്കൂ. Be understanding of all people and situations. നമ്മളത് ചെയ്യാറുണ്ടോ എല്ലാവരും? The understanding of all people and situations. എല്ലാ മനുഷ്യരെയും സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കി എടുക്കാറുണ്ടോ നമ്മള്? എല്ലാ ആളുകളെയും സാഹചര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? ഇല്ല, അല്ലേ? പക്ഷെ ഒരു വർക്ക് ചെയ്യുന്ന സെറ്റപ്പിൽ അല്ലെങ്കിൽ ഒരു വർക്ക് ടീമിന്റെ കൂടെ നമ്മുടെ വർക്ക് ടീമിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം, അല്ലെ? അവരെങ്ങനെയാണ്, ഏതൊക്കെ സിറ്റുവേഷൻസിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ചെറിയ രീതിയിലെങ്കിലും അവയർനെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, യെസ്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു ക്വാളിറ്റിയാണ്. മറ്റുള്ളവരെ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റണം. ദെൻ അതേപോലെ തന്നെ എന്താണ്, എസ്പെഷ്യലി where you may have biases that are contrary, always be willing to learn a new task. പ്രത്യേകിച്ച് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്? എങ്ങനെയുള്ള സാഹചര്യത്തിലാണ്? നമുക്ക് വിപരീതമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെ? അതായത് നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നമ്മളുടെ കൂടെ ആര് നിൽക്കുമെന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? അങ്ങനെ നിൽക്കുന്നവരാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ, അല്ലെ? നിങ്ങൾക്ക് ഏറ്റവും മോശമായ സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരല്ലേ ഏറ്റവും നല്ല ആൾക്കാര്? അല്ലാതെ നമ്മുടെ സന്തോഷത്തിന് മാത്രം കൂടെ നിൽക്കുന്നവരാണോ? ഏത് തരം സിറ്റുവേഷൻ ആണെങ്കിലും പറയില്ലേ? നമുക്കൊരു വിപരീത സാഹചര്യം ഉണ്ടാവുമ്പോഴാണ് ഇത് വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആരൊക്കെയാണ് നമ്മുടെ കൂടെ, ഏതൊക്കെ സിറ്റുവേഷൻസ് കൂടെ നിൽക്കുക എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓൾ all people and situation. എല്ലാ വ്യക്തികളെയും മനസ്സിലാക്കുക, അതേപോലെ അവരുടെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, എസ്പെഷ്യലി where you may have biased contrary. നമുക്ക് എന്തെങ്കിലും വിപരീത സാഹചര്യം ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ ഒരു ന്യൂ ടാസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ നമുക്ക് ആ ഒരു സാഹചര്യത്തിന് എങ്ങനെ നേരിടാൻ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല എന്താണ്, ഒരു പുതിയ ജോലി പഠിക്കാനായിട്ട് നമ്മൾ എപ്പോഴും എന്താണ്, എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഒരു പുതിയ ജോലി പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായി, അല്ലെ? നമ്മൾ എപ്പോഴും ഒരു വില്ലിംഗ് ആയിരിക്കും. കാരണം ഒരു പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുതിയതായിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ വരുന്നതിനനുസരിച്ച് എന്താണ്, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് തന്നെ എന്താണ്, ജോലിയിൽ തന്നെ പുതിയ വ്യത്യസ്ത ഭാവങ്ങൾ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിലേക്ക് അത് പഠിക്കാനും, അതായത് അതിൽ വൈവിധ്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? പുതിയ കാര്യങ്ങൾക്ക് എപ്പോഴും എന്താണ്, ഒരു വേഴ്സിറ്റാലിറ്റി ഉണ്ടായിരിക്കും. അത് പഠിക്കാനായിട്ട് എന്തുണ്ടായിരിക്കണം, നമ്മൾ വില്ലിംഗ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളിലും മറ്റുള്ളവരെ മനസ്സിലാക്കുക, അതേപോലെ വിപരീത സാഹചര്യങ്ങളിലും നമ്മൾ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. മാത്രമല്ല എന്താണ്, ഒരു ന്യൂ ടാസ്ക് തന്നാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സ്കില്ല് കൂടി ഒരു ഫ്രണ്ട് ഓഫീസിനെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ടീം വർക്കിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലാതെ നമ്മൾ ന്യൂ ടാസ്ക് തരുന്ന സമയത്ത് ഒരിക്കലും അവിടെ നിന്ന് മാറി നിൽക്കരുത്. മറ്റൊരാൾ നമ്മുടെ കൂടെയുള്ള 10 പേരില് നമ്മൾ മാറി നിന്നാൽ ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുമെന്ന രീതിയിൽ മാറി നിൽക്കരുത്. ആ ടാസ്കിനെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, വർക്ക് ചെയ്യാനായിട്ട് അതിലുള്ള വൈവിധ്യങ്ങൾ കണ്ടെത്തി വർക്ക് ചെയ്യാനായിട്ട് വില്ലിംഗ് ആവുക. ഓക്കെ, അതൊക്കെ ഒരു ക്വാളിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, മാറി നിൽക്കുന്നിടത്തോളം നമുക്ക് ഒരിക്കലും ഓപ്പർച്യൂണിറ്റീസ് വരില്ല. നമ്മൾ മാറി നിൽക്കുന്നിടത്തോളം അവസരങ്ങൾ നമ്മളെ തട്ടിത്തെറിപ്പിച്ചു പോകാനാണ് സാധ്യത. ഇപ്പോ പുതിയ ടാസ്കിലൂടെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ പുതിയ അവസരങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത്, അല്ലെ? പുതിയ ജോലിയിലേക്ക് കിടക്കുന്നത്, പുതിയൊരു വർക്ക് പ്ലേസിൽ ചെല്ലുമ്പോഴായിരിക്കും പുതിയ അവസരങ്ങൾ നമ്മളെ തേടി വരുന്നത്. അത് നമ്മൾ തട്ടിക്കളഞ്ഞാൽ എങ്ങനെയായിരിക്കും?
പിന്നീട് ഒരിക്കലും അവസരങ്ങൾ ഒരിക്കലേ വരുള്ളൂ കേട്ടോ. അവസരങ്ങൾ വരുമ്പോ ചൂസ് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താണ്, ടീം വർക്കുമായി ബന്ധപ്പെട്ട ഫ്രണ്ട് ഓഫീസിന്റെ സ്കിൽസുകളാണ്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ടീമിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും നമ്മൾ എങ്ങനെയായിരിക്കണം, റെസ്പെക്ട്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യണം. എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടും അല്ലെങ്കിൽ എന്താണ് സഹാനുഭൂതിയോടും വളരെ തുറന്ന മനസ്സോടും കൂടിയുള്ള ഒരു സമീപനത്തിലായിരിക്കണം അവരുടെ വർക്ക് ചെയ്യേണ്ടത്. ദെൻ ഓർഗനൈസേഷന്റെ അച്ചീവ്മെന്റിന് വേണ്ടി ആയിരിക്കണം ഒരുമിച്ച് കോപ്പറേറ്റീവ് ആയിട്ട് അവർ വർക്ക് ചെയ്യേണ്ടത്. പിന്നെന്താണ്, നിങ്ങൾക്ക് അറിയാവുന്ന നോളജ് പ്രത്യേകിച്ച് അത് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് എങ്ങനെയുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്, ന്യൂ ടീം മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ആ നോളജ് ഷെയർ ചെയ്യുക, അവർക്കൊരു മെന്ററും സപ്പോർട്ടും ആയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ജോലികൾ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അധികം വരുന്ന ജോലികൾ ചെയ്യാനായിട്ട് വില്ലിങ് ആവുക, അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്, ചെയ്യാതിരിക്കരുത്. പിന്നെന്താണ്, ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉള്ള ജോലികൾ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്രെഡിറ്റ് നൽകാൻ പറ്റുന്നത്, റെക്കഗ്നേഷൻ കൊടുക്കാൻ പറ്റുന്നത് നല്ലൊരു ക്വാളിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് അവർക്ക് എപ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കണം, അവരുടെ ആവശ്യങ്ങൾക്കായിരിക്കണം നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യേണ്ടത്. അതെല്ലാ ടീം മെമ്പേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കണം. കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ കിങ് എന്ന് പറയുന്നത് അല്ലെ. അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഫ്രണ്ട് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ഡ്യൂട്ടി. പിന്നെ നല്ല ക്ലിയർ കട്ട് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് യൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ബിസിനസ് ലാംഗ്വേജുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. പിന്നെ എന്താ, നമ്മളുടെ ജോലിയിൽ നിന്ന് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്ന തരത്തിൽ പേഴ്സണൽ എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ടീം മെമ്പേഴ്സിലൂടെ തന്നെ എന്താണ്, നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാനും നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ തന്നെ ലൈഫ് ലോങ് ഒരു ലേണർ ആയിട്ട് ഇരിക്കാനും എപ്പോഴും ഇത്തരത്തില് ടീം വർക്കിന്റെ പ്രധാന ക്വാളിറ്റീസിൽ വരുന്നതാണ്. പിന്നെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ പീപ്പിൾസിനെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് വിപരീത സാഹചര്യത്തിൽ നിങ്ങളോട് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു ന്യൂ ടാസ്കുകൾ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ ഒപ്പം തന്നെ നിന്ന് അവിടെ വർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അൽവിൻ ഇപ്പൊ ക്ലാസ്സിൽ കയറാറില്ലേ? അൽവിൻ കാണാറില്ലല്ലോ. ഉണ്ട്. നെക്സ്റ്റ്, ക്വാളിറ്റി പേഷ്യന്റ് കെയർ. നമ്മുടെ പേഷ്യൻസിന് എങ്ങനെയുള്ള ഒരു കെയർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്? നിലവാരമുള്ള നല്ലൊരു കെയർ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത് അല്ലെ. അത് തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഓരോ പേഷ്യൻസും ഓരോ ഹോസ്പിറ്റൽസിലേക്കും കടന്നു വരുന്നത്. ക്വാളിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണോ ക്വാളിറ്റി എന്ന് പറയുന്നത്? ആണോ? അല്ല. എങ്ങനെയാണ് ക്വാളിറ്റി ഉണ്ടാവുന്നത്? ക്വാളിറ്റി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? നമുക്ക് ആകസ്മികമായിട്ട് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല അല്ലെ. ക്വാളിറ്റി ഈസ് നെവർ ആൻ ആക്സിഡന്റ്. ഇറ്റ് ഈസ് ഓൾവേസ് ദ റിസൾട്ട് ഓഫ് high intention, sincere effort, intelligent direction, and skillful execution. It represents the wise choice of many alternatives. Okay, ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ആക്സിഡന്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആകസ്മികമായിട്ട് ഉണ്ടാകുന്നതല്ല. അതിൻ്റെതായ രീതി അതിന് പുറകിൽ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. വെരി ഗുഡ്. കുറെ നാളത്തെ പരിശ്രമം കൊണ്ട് മാത്രമാണ് അത് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് ഹൈ ഇന്റൻഷൻ ഉണ്ടായിരിക്കണം അല്ലെ. എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഉയർന്ന ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. പിന്നെ സിൻസിയർ ആയിട്ടൊരു എഫേർട്ട് എടുത്തിരിക്കണം അല്ലെ. ആത്മാർത്ഥമായിട്ടുള്ളൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം. ഇന്റലിജന്റ് ആയിട്ട് നമുക്ക് ഇതിനെ ഡയറക്ട് ചെയ്യാൻ പറ്റണം.
എന്ത് കാര്യമാണെങ്കിലും ബുദ്ധിപരമായിട്ട് നല്ല രീതിയിൽ നമ്മൾ അതിനെ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് സ്കിൽഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, then it represents the wise choice of many alternatives. പിന്നെ എന്താണ് പറയുന്നത്? പിന്നെ എങ്ങനെയായിരിക്കും ക്വാളിറ്റി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? അത് ദീർഘകാലത്തെ പരിശ്രമത്തിന് ശേഷം, ദീർഘമായ ഒരു ഉദ്ദേശം മൂലം അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട്, ഇന്റലിജന്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ മൂലം മാത്രമേ നമുക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം എന്നൊരു ആ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതിനെ പല ചോയ്സസിൽ പല ആൾട്ടർനേറ്റീവ്സ് ആയിട്ട് നമുക്ക് അതിനെ കൊടുക്കാവുന്നതാണ്. അതായത് ക്വാളിറ്റി നിർണ്ണയിക്കാനായിട്ട് പല ഘടകങ്ങളുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ഫ്രണ്ട് ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന പേഷ്യൻസിനെ വളരെ പ്ലസന്റ് ആയിട്ടും കെയർഫുൾ ആയിട്ടും അവരെ ഹാൻഡിൽ ചെയ്യുക എന്നതാണ് ഫ്രണ്ട് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പേഷ്യന്റ് കെയറിൽ നല്ല നിലവാരമുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നത് തന്നെയാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഓക്കെ, നമുക്ക് എത്രത്തോളം എക്സ്ട്രാ ഓർഡിനറി സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് പേഷ്യന്റ് കെയറിന്റെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് എത്രത്തോളം എക്സ്ട്രാ ഓർഡിനറി സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്ന എക്സ്ട്രാ ഓർഡിനറി സർവീസസ് എന്ന് പറയുന്നത്? ഒന്ന്, എക്സീഡ്സ് പേഷ്യന്റ് എക്സ്പെക്ടേഷൻസ്. എന്താണ് എക്സീഡ് പേഷ്യന്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്? എക്സീഡ്സ് പേഷ്യന്റ് എക്സ്പെക്ടേഷൻ. എന്താണ് എക്സീഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? രോഗികൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മികച്ച രീതിയിൽ നമ്മൾക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ, അവരെ സ്വീകരിക്കാൻ പറ്റണം. ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും, അതിന് മുകളിലായിട്ടുള്ള രീതിയിൽ നമുക്ക് അവർക്ക് നല്ല സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കണം. അതാണ് എക്സീഡ് പേഷ്യന്റ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. അവരുടെ പ്രതീക്ഷകളേക്കാൾ മുകളിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ട സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, then make the patients feel you care and doing your best. Make the patients feel you care and are doing your best. എന്താ പറയുന്നത്? രോഗികൾക്ക് തോന്നണം, രോഗികൾക്ക് ഫീൽ ചെയ്യണം അല്ലെ, അവരെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, നമ്മളുടേതായ ബെസ്റ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നെന്ന് പേഷ്യൻസിന് തോന്നണം. ഇതിൽ നിന്ന് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ് പേഷ്യൻസ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതായത് പേഷ്യൻസിന് ഫീൽ ചെയ്യണം നമ്മൾ അവരെ മാനിക്കുന്നുണ്ട്, അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്, അവരാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നല്ലെങ്കിൽ പേഷ്യൻസിന് അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്നതെന്ന് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, മനസ്സിലായത്? Make the patients feel you care and doing your best. Okay, then value for money time services. Value for money services. ഇവിടെ എന്താണ് വാല്യൂ ഫോർ മണി സർവീസസ് എന്ന് പറയുന്നത്? ഓരോ പേഷ്യൻസും പൈസ ഇല്ലാതെ അല്ലെങ്കിൽ പൈസ കൊടുക്കാതെയാണോ ട്രീറ്റ്മെന്റ് വാങ്ങുന്നത്? അല്ല, അവര് മുടക്കുന്ന പൈസക്കുള്ള സർവീസസ് അവർക്ക് ലഭ്യമാകണം അല്ലെ. അവരുടെ പണത്തിന് മൂല്യമുണ്ടെന്നുള്ളത് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് ഫീൽ ചെയ്യണം അല്ലെ. അവർ കൊടുക്കുന്ന പൈസക്ക് ഒരു വാല്യൂ ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യണം? അവർ കൊടുക്കുന്നവർക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്നാൽ കുറച്ചും കൂടി മികച്ച രീതിയിലുള്ള സർവീസസ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് വാല്യൂ ഫോർ മണി ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, then under promises and over deliver. Under promise and over deliver എന്താ പറയുന്നത്? Under promise and over deliver. എങ്ങനെ മനസ്സിലാക്കാം നമുക്കതിനെ? നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു നോക്കിയേ. Under promise and over deliver എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ പേഷ്യൻസ് കെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള പല രീതിയിലുള്ള പ്രോമിസസ് കൊടുത്തിരിക്കാം അല്ലെ. പക്ഷെ അവർ എക്സ്പെക്ട് ചെയ്യുന്നതിലും കൂടുതൽ നേക്കാൾ അല്ലെ, അവർ പറയുന്നതിനെയും കൂടുതൽ
കൂടുതൽ നമുക്ക് സർവീസസ് ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അത് തന്നെയാണ് ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് അല്ലെ, അവർക്ക് ഇപ്പൊ നമ്മളിപ്പോ അത് ചെയ്തുതരാം അത് ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പറയുന്ന പോലെ ആയിരിക്കും, പറയുന്നതിൽ കൂടുതലായിട്ടായിരിക്കണം നമ്മൾ ആ ഒരു സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതാണ് അണ്ടർ പ്രോമിസ് ആൻഡ് ഓവർ ഡെലിവർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. Then do not pass the patients or bystanders in and around. Do not pass the patients or bystanders in and around. എന്താണ് പേഷ്യൻസിനെ ബൈസ്റ്റാൻഡേഴ്സിനെ മറികടന്ന് പോകരുത്. എന്താണ് മറികടന്ന് പോകരുതെന്ന് പറയുന്നത്? നമ്മളുടെ ഇമ്പോർട്ടന്റ് വ്യക്തികൾ എന്ന് പറയുന്നത് പേഷ്യൻസും അവരുടെ കൂടെയുള്ള വ്യക്തികളുമാണ് അല്ലെ. അപ്പൊ അവരെ കെയർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം എല്ലാ സർവീസസിലും അതായത് അവരെ മറികടന്നിട്ടുള്ള യാതൊരു പ്രവർത്തനവും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും ഒരേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവിടെ പേഷ്യൻസിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മൾ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ട് കാര്യമുണ്ടോ? പേഷ്യൻസിന്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് മോശം സർവീസസ് മോശം ബിഹേവിയർ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ രണ്ടുപേരും ഒരേപോലെ രീതിയിൽ മനസ്സിലാക്കി, രണ്ടുപേർക്കും ഒരേപോലത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അത് തന്നെയാണ് ഒരു ബെസ്റ്റ് ക്വാളിറ്റീസ് എന്നാൽ എക്സ്ട്രാ ഓർഡിനറി സർവീസസ് നമുക്ക് പറയാവുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ്സിനും പേഷ്യൻസിനും ഒരേപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുക, അവരെ മറികടന്നായിരിക്കരുത് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ റിലേറ്റ് ചെയ്ത് വരുന്നത്. പിള്ളേരെ മനസ്സിലാവുന്നില്ലേ? ഓക്കെ. Treat every patient or bystanders as an individual with a unique service needs and expectation. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. എന്താ പറയുന്നത്? പേഷ്യൻസ് ആണെങ്കിലും ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിലും എന്താണ്, ഓരോരുത്തരും എന്താണ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അവർക്ക് യുണീക്സ് ആയിട്ടുള്ള സർവീസസ്, അതുല്യമായിട്ടുള്ള സർവീസസ് അവരുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കാം. ഓക്കെ, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ട് ഒരു യൂണിക് സർവീസ് നീഡ്സ്, അല്ലെങ്കിൽ എന്താ പറയാ യൂണിക് എന്ന് ഉദ്ദേശിക്കുന്നത് അതുല്യമായിട്ടുള്ള എല്ലാത്തരം അല്ലെ, അവരോടൊപ്പം നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ അവർക്ക് ആ ഒരു സർവീസസ് അവരുടെ എക്സ്പെക്ടേഷനേക്കാൾ മികച്ച രീതിയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, then answer promptly to patients or bystanders needs. Answer promptly to patients or bystanders needs. നേരത്തെ promptness എന്നൊരു വാക്ക് പഠിച്ചിരുന്നു. എന്താണ്? Answer promptly to patient bystanders needs. രോഗികൾക്കാണെങ്കിലും അവരുടെ സഹായികൾക്കാണെങ്കിലും ഉടനടി തന്നെ നമ്മൾ എന്തോ ചെയ്യണം? ആൻസർ കൊടുക്കേണ്ടതാണ്. അവർക്ക് എന്ത് ആവശ്യങ്ങൾ അവർ ചോദിച്ചാലും എത്രയും പെട്ടെന്ന് തന്നെ വേഗത്തിൽ അതിനുള്ള ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതായത് അവർക്ക് ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ട് വേഗത്തിൽ തന്നെ അതിനുള്ള മറുപടികൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അല്ലാതെ അവിടെ ഡിലേസ് വരുത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിലേ വരുമ്പോ എന്താണ്, നല്ല രീതിയിലുള്ള സർവീസസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ തന്നെ നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്ട്രാ ഓർഡിനറി സർവീസസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, then determine by degree of empathy, caring and individual attention shown. Determine by degree of empathy, caring and individual attention shown. നമ്മൾ ഓരോ പേഷ്യൻസിനോട് കാണിക്കുന്ന എംപത്തിക് ആയിട്ടാണെങ്കിലും ചിലപ്പോൾ കെയറിങ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷന്റെ കാര്യത്തിലാണെങ്കിൽ ഇതെല്ലാം തന്നെ ഒരേ അളവിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ പേഷ്യൻസിന്, അതായത് ഒരു പേഷ്യൻസിന് കുറച്ചുകൂടി കെയർ കൊടുത്തു, മറ്റൊരു പേഷ്യന്റിന് വേറെ രീതി കൊടുത്തു, അങ്ങനെയല്ല കൊടുക്കേണ്ടത്. എന്തുതരം നമ്മൾക്ക് ബിഹേവിയർ കാണിച്ചില്ല, എംപത്തറ്റിക് ആണെങ്കിലും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണെങ്കിലും ഓരോരുത്തർക്ക് പേഴ്സണൽ കെയർ കൊടുക്കുമ്പോൾ പോലും എന്താണ് നമ്മൾ ഇതെല്ലാം ഒരേ അളവിൽ ഒരേ ഡിഗ്രിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആർക്കൊരു ഡിസ്ക്രിമിനേഷനോ ഒരു പാർട്ടീഷനോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഇടയിൽ പോലും ഒരു ഫേവറിറ്റിസം പോലും കാണിക്കാത്ത ഒരു സർവീസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായത് പറഞ്ഞത്?
ഓരോ പേഷ്യൻസിന് നമ്മൾ കെയറോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒക്കെ കൊടുക്കുമ്പോൾ അതൊരു യാതൊരു വിധത്തിലുള്ള ഫേവറിറ്റീസ് അല്ലെങ്കിൽ ഒരാളോട് മാത്രം താല്പര്യം അങ്ങനെ ഒന്നും കാണിക്കാതെ ഇതെല്ലാം ഒരേ അളവിൽ തന്നെ, കാരണം നമ്മുടെ ഡിഗ്രി എന്ന് സൂചിപ്പിക്കുന്നത് ഒരേ അളവിൽ തന്നെ ആയിരിക്കും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആർക്കും ഒരു പാർഷ്യാലിറ്റിയോ വിവേചനം ഒന്നും കാണിക്കാതെ അല്ലെങ്കിൽ കമ്പാരിസൺ ഒന്നും ഇല്ലാതെ എല്ലാ പേഷ്യൻസും ഒരേപോലെയാണ്. അപ്പൊ ഒരേപോലെ ലെവലിലുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷൻസും എംപത്തറ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും കെയറും ഒക്കെ ഓരോ പേഷ്യൻസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? Yes. When you represent the organization, ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റാഫുകളാണ്, എസ്പെഷ്യലി ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആണ് അല്ലെ. അപ്പൊ ഓർഗനൈസേഷന്റെ ആ റെപ്യൂട്ടേഷൻ കളയുന്ന തരത്തിലുള്ള യാതൊരുവിധ ബിഹേവിയർ അവിടെ ഉണ്ടാവാൻ പാടില്ല അല്ലെ. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്, നമ്മൾ പഠിച്ച പോലെ തന്നെ ഫേസ് ആൻഡ് റൂൾസ് തന്നെയാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന കെയർ, അതായത് ആ ഓർഗനൈസേഷൻ ആണ് അവിടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലാണ് അവിടെ ആ കെയർ കൊടുക്കുന്നത്. ഹോസ്പിറ്റലിന്റെ പേരിലാണ് അവരെന്തെങ്കിലും കളങ്കമോ എന്തെങ്കിലും വിവേചനങ്ങളോ കാണിച്ചാൽ അതിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ്. ഓക്കെ, അവർക്ക് ഏറ്റവും മികച്ച സർവീസസ് കൊടുക്കാനായിട്ടുള്ള ഒരു കാപ്പബിലിറ്റീസ് ഓരോ സ്റ്റാഫുകൾക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, that every contact offers you a new opportunity for self-enrichment. Every contact offers you a new opportunity for self-enrichment. എന്താ പറയുന്നത്? Every contact offers you a new opportunity for self-enrichment. എന്താണ് self-enrichment എന്ന് പറയുന്നത്? സെൽഫ് എൻറിച്ച്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വിപുലീകരിക്കുക എന്നാണോ? എന്താ ഉദ്ദേശിക്കുന്നത്? സെൽഫ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ വളരെ? സ്വയം സമ്പുഷ്ടമാക്കുക എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ സെൽഫ് എൻറിച്ച് ചെയ്യാന്ന് പറയുന്നത്. അതായത് നമ്മള് അവർക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന, നമ്മളെ തന്നെ ഉയർത്താനല്ല, പേഷ്യൻസിന്റെ അവരുടെ ആ ഒരു എന്താ പറയാ അവരുടെ സെൽഫ് സമ്പുഷ്ടമാക്കാൻ അല്ലെങ്കിൽ സെൽഫ് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂ ഓപ്പർച്യൂണിറ്റീസും ഓഫേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പേഷ്യൻസിന് വേണ്ടിയിട്ട് പല പാക്കേജസുകള്, പല പോളിസീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അതൊക്കെ പുതിയ അവസരങ്ങളായിരിക്കും. ചിലപ്പോ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അത്തരം ഓഫേഴ്സുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൂടുതൽ നമ്മൾ കെയർ കൊടുക്കുന്നതാണല്ലേ തോന്നുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് അവരുടെ ലൈഫ് സമ്പുഷ്ടമാക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കുറെ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് തോന്നുന്നു, അവർക്ക് കൊടുത്ത എക്സ്ട്രാ ഓർഡിനറി സർവീസസ് ആണ് അത്. ഓക്കെ, അത് എല്ലാ ഹോസ്പിറ്റൽസിനും ചിലപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടാവില്ല. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്ത് അങ്ങനെ പേഷ്യൻസ് അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപായിരിക്കും നമ്മളത് അറിയിക്കുന്നത് അല്ലെ. ഇത്തരം പാക്കേജസുകൾ ഉണ്ട്, നിങ്ങളത് ലൈഫിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് പറയുമ്പോൾ അവർക്ക് എന്താണ് തന്റെ ലൈഫിന് അല്ലെങ്കിൽ തന്റെ ആരോഗ്യത്തിന് ഹോസ്പിറ്റൽ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പേഷ്യന്റ് അവിടെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ, പേഷ്യന്റ് ഫുള്ളി സംതൃപ്തരാവുകയാണ്. ഓക്കെ, അത്തരത്തിലുള്ള സർവീസസ് അത്രയും എഫേർട്ട് എടുത്ത് ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ അവരെ ആ ഹോസ്പിറ്റലിന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് അവർ അതിനെ മനസ്സിലാക്കും. ഓക്കെ, മനസ്സിലായത്? Every contact offers you a new opportunity for self-enrichment. Clear ആണോ? Then handles emotional situations well. Handles emotional situations well. പേഷ്യൻസിന്റെ എല്ലാ ഇമോഷണൽ സിറ്റുവേഷൻസിനെയും വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക.
അതായത് അവർക്ക് ഇമോഷണൽ ബാക്കപ്പ് കൊടുക്കുക എന്ന് പറയും നമ്മൾ അല്ലെ. അതായത് അവരുടെ ഏതുതരം വൈകാരികമായിട്ടുള്ള സാഹചര്യങ്ങളായിക്കോട്ടെ അതിനെ ഒരു ഹോസ്പിറ്റല് ഏറ്റവും മികച്ച രീതിയിൽ അവരെ കംഫർട്ടബിൾ ആക്കി സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ പേഷ്യൻസും ആഗ്രഹിക്കുന്ന ബെസ്റ്റ് ക്വാളിറ്റീസ്, പ്രത്യേകിച്ച് എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, പേഷ്യൻസിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുക എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? Then provide positive stroke where appropriate. Provide positive strokes where appropriate. Okay. എന്താണ് പോസിറ്റീവ് സ്ട്രോക്സ് എന്ന് പറയുന്നത്? പോസിറ്റീവ് സ്ട്രോക്ക് എന്താണ്? പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ബലപ്പെടുത്താനാണോ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? സ്ട്രോക്ക് നമുക്ക് സ്ട്രോക്ക് അല്ല കേട്ടോ, പക്ഷാഘാതമല്ല വരുന്നത്. ഒരു മോട്ടിവേറ്റർ എന്നല്ലേ പേഷ്യൻസിന് മോട്ടിവേഷൻ ആണ് അല്ലെ. എപ്പോഴും ഒരു മോട്ടിവേഷൻസ് ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരിക്കലും പേഷ്യൻസിനെ ഒരിക്കലും നമ്മൾ എന്താണ് തളർത്തല്ല വേണ്ടത്, ഉയർത്താണ് അല്ലെ. ഏതുതരം ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ള കണ്ടീഷൻസ് ആണെങ്കിൽ പോലും അവർക്ക് ഒരു ബേസിക് സപ്പോർട്ട് അല്ലെങ്കിൽ അവരെ മാക്സിമം പ്രചോദനം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സർവീസസ് ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്സുകളാണെങ്കിലും ഒരു മോട്ടിവേഷൻ സപ്പോർട്ട് ആയിരിക്കണം ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ പേഷ്യൻസ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരം രീതിയിൽ സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയണം. ഏത് സാഹചര്യത്തിലും അവരുടെ കൂടെ പോസിറ്റീവ് ആയിട്ട് നിൽക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നത് അവരുടെ എക്സ്ട്രാ ഓർഡിനറി സർവീസസ് ആണ്. ഓക്കെ, then undivided attention to your patients or bystanders. Undivided attention എന്താണ്? അൺഡിവൈഡഡ് അറ്റൻഷൻ ഇങ്ങനെയുള്ള അറ്റൻഷൻ കൊടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവരും ഈക്വലൈസ് ചെയ്തിട്ടുള്ള ഒരു അറ്റൻഷൻ ആയിരിക്കണം കൊടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് അൺഡിവൈഡഡ് എന്ന് പറയുമ്പോ? രോഗികൾക്കാണെങ്കിലും ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിലും നമുക്ക് എന്ത് കൊടുക്കണം? അവർക്ക് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ആയിരിക്കണം കൊടുക്കേണ്ടത്. അൺഡിവൈഡഡ് ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അതായത് അറ്റൻഷൻ കൊടുക്കാതിരിക്കലല്ല പറയുന്നത്, പൂർണ്ണമായിട്ട് അല്ലെ അവരെ വളരെ കംപ്ലീറ്റ്ലി അവരെ നല്ല രീതിയിൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റണം. ഓക്കെ, യെസ്. പേഷ്യൻസിനാണെങ്കിലും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനാണെങ്കിലും എന്താണ് അവർക്ക് നല്ല രീതിയിൽ അറ്റൻഷൻ നമുക്ക് പൂർണ്ണമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം. പിന്നെ ദി നാച്ചുറൽ, നോട്ട് ഫേക്ക് ഓർ മെക്കാനിക്കൽ. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫുകളും എങ്ങനെ ബിഹേവ് ചെയ്തിരിക്കണം? നാച്ചുറൽ ആയിട്ട്. ഫേക്ക് ആയിട്ട് ബിഹേവ് ചെയ്യാമോ? നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് പെരുമാറുന്ന പെരുമാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവും അല്ലെ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബിഹേവിയർ കണ്ടാൽ മനസ്സിലാവില്ലേ ആർട്ടിഫിഷ്യലി ആണെന്ന്? അത്യാവശ്യം നല്ല മനുഷ്യന്മാർക്ക് മനസ്സിലാവും ആർട്ടിഫിഷ്യലി ആണ് അയാളെ പെരുമാറുന്നത്. പക്ഷെ നാച്ചുറൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അത് പെരുമാറുന്നത് അങ്ങനെയുണ്ട്. നാച്ചുറൽ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ സിൻസിയർ ആയിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അല്ലെ. ഇവിടെ ഒരു ഫേക്ക്നെസ്സോ ഒരു എന്താ പറയാ മെക്കാനിക്കൽ ആയിട്ടുള്ള ഫീലിങ്സിലൊന്നും ആയിരിക്കില്ല. അതായത് ചിലവർ അച്ചടിച്ച പോലെ സംസാരിക്കുന്ന കണ്ടിട്ടില്ലേ, അച്ചടിച്ച ഭാഷ. അവർ ഓൾറെഡി ഇത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അത് ആർട്ടിഫിഷ്യൽ ടോക്കാണ്. പക്ഷെ നാച്ചുറൽ ആയിട്ട് പറയുന്നവർ എങ്ങനെയായിരിക്കും? വളരെ പൊളൈറ്റ്നെസ് ആയിട്ട് അത് അവരുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ. നമ്മൾ ചില ഹോസ്പിറ്റലിൽ പോയാൽ ചില ഡോക്ടേഴ്സ് ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ചിലത് നമ്മളുടെ അദ്ദേഹത്തിന്റെ ജസ്റ്റ് ഒരു നോട്ടം മതിയാവും. അതിന് ജസ്റ്റ് നമ്മൾ പേര് വിളിക്കുന്നത് തന്നെ ഒരു വളരെ റെസ്പെക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അത് ഉള്ളിൽ നിന്നുള്ളത് മാത്രമേ വിളിക്കാൻ പറ്റൂ. ഉള്ളിൽ നിന്ന് വിളിക്കുമ്പോൾ മാത്രം അങ്ങനെ വരൂ അല്ലെ. ഉള്ളിൽ നിന്ന് വരാന്നൊന്നും പറയില്ലേ. അതെ, നാച്ചുറൽ ആയിട്ട് ബിഹേവിയർ ചില പേഴ്സണാലിറ്റിയിൽ നിന്ന് മാത്രം അങ്ങനെ കിട്ടുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ചില ടീച്ചർമാരുണ്ട് വളരെ ഉള്ളിൽ ചിലപ്പോൾ സ്നേഹം ഉണ്ടാക്കി, പക്ഷെ നമ്മളോട് പുറത്തോട്ട് കാണിക്കില്ല അല്ലെ. ഇങ്ങനെ ഭയങ്കര കടിച്ചു പിടിച്ചൊക്കെ സംസാരിക്കും. ചിലവര് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചിട്ട് ഓരോ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒന്നും അതിന്റെ ഇടയിൽ പറയില്ല. പക്ഷെ ചില ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും? കുറച്ചും കൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ട് സംസാരിക്കും. അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അല്ലെ. ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ആർട്ടിഫിഷ്യൽനെസ് അവിടെ ഉണ്ടായിരിക്കില്ല.
അപ്പൊ ഇവിടെ പേഷ്യൻസിനോട് നമ്മൾ എങ്ങനെയായിരിക്കണം? നാച്ചുറൽ ആയിരിക്കണം, നോട്ട് ഫേക്ക് ഓർ മെക്കാനിക്കൽ. Okay, then be positive, energetic, helpful and cordial. Be positive, energetic, helpful and cordial. Cordial ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദ്യമായ രീതിയിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. കോർഡിയൽ എന്ന് വെച്ചാൽ എപ്പോഴും നല്ലോണം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. നമുക്കൊരു ഹൃദ്യമായിട്ടുള്ള ഒരു എന്താ പറയാ, നല്ല സ്നേഹം ഉണ്ടായിരിക്കും, ലവ് ആൻഡ് കെയർ ഉണ്ടാവുന്ന പോലെ നല്ല സ്നേഹത്തോടുള്ള ബിഹേവിയർ ആയിരിക്കണം. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, എനർജറ്റിക് ആയിട്ട് സ്കിൽഫുൾ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വർക്ക് കൊടുക്കാൻ സാധിക്കണം അവരോട് കേട്ടോ. യെസ്, അല്ലെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാഫുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. ഓക്കെ, then be your patients or bystanders agent. Be your patients or bystanders. നമ്മുടെ പേഷ്യൻസിന്റെയും ബൈസ്റ്റാൻഡേഴ്സിന്റെ ഒരു ഏജന്റ് ആയിട്ടായിരിക്കണം പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഏജന്റ് മീൻസ് അവർക്ക് ഏറ്റവും നല്ലൊരു പ്രൊവൈഡർ എന്ന പോലെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു വെൽവിഷർ എന്ന പോലെ ആയിരിക്കണം നമ്മള് ഇവിടെ ഉണ്ടാവേണ്ടത്. അപ്പം അവർക്ക് എന്താ തോന്നുന്നത്? ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവും. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല സർവീസ് കിട്ടുമ്പോൾ എന്താണ്, പേഷ്യൻസ് സംതൃപ്തരാകും. ഓക്കെ, അപ്പൊ ഈ ഇത്തരം സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ക്വാളിറ്റി കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി സർവീസസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? എക്സ്ട്രാ ഓർഡിനറി സർവീസസുകൾ എന്തൊക്കെയാണെന്ന്? യെസ്, ഇനി നമ്മുടെ രോഗികളും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കുറച്ചും കൂടി റിലേറ്റ് ചെയ്തിരുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. രോഗികൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്ന എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശിക്കുന്നത്? ടു റിസീവ് ആൻ അപ്പോളജി, ടു ബി ഓഫേർഡ് എ ഫെയർ ഫിക്സ് ഫോർ ദ പ്രോബ്ലം, ടു ബി ട്രീറ്റഡ് ഇൻ എ കെയറിംഗ് മാൻ, നോട്ട് ട്രീറ്റഡ് ലൈക്ക് എ ന്യൂസൻസ്, എഫക്റ്റീവ് സർവീസ് റിക്കവറി പ്രൊസീജിയേഴ്സ്. ഓരോ പേഷ്യൻസും ആഗ്രഹിക്കുന്നത് എന്താണ്? അവര് നമ്മൾ വളരെ അപ്പോളജി ഉദ്ദേശിക്കുന്നത് എന്താ? അവരെങ്ങനെയായിരിക്കും നമ്മൾ റിസീവ് ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കും റിസീവ് ചെയ്യേണ്ടത്? ഇപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റ് വന്നാലും അവരങ്ങനെ തെറ്റാണെങ്കിൽ അത് പറയുമ്പോൾ നമ്മൾ അതിനൊന്ന് അംഗീകരിക്കുക അല്ലെ. നല്ല രീതിയിൽ ന്യായമായിട്ടുള്ള വാഗ്ദാനങ്ങളും പരിഹാരങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യാനാണ് എല്ലാ പേഷ്യൻസും ആഗ്രഹിക്കുന്നത്, ഈ ബസ് സ്റ്റാൻഡേഴ്സും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? ടു ബി ഓഫേർഡ് എ ഫെയർ ഫിക്സ് ഫോർ ദ പ്രോബ്ലം. ടു ബി ഓഫർ എ ഫെയർ ഫിക്സ് ഫോർ ദ പ്രോബ്ലം. എന്താണ് ഫെയർ ഫിക്സ് ഫോർ ദ പ്രോബ്ലം എന്ന് പറയുന്നത്? പേഷ്യന്റിന് എന്ത് തന്നെ ഒരു കണ്ടീഷൻ ആണെങ്കിലും നമ്മൾ ചിലർ പറയില്ലേ, ഡോക്ടേഴ്സും സ്റ്റാഫുകളും നമ്മളത് ശരിയാക്കി തരാം, മാറ്റി തരാമെന്നൊരു ഉറപ്പ് അവർക്ക് കൊടുക്കും അല്ലെ. എത്ര തന്നെ ബുദ്ധിമുട്ടുള്ള കേസാണ്, നിങ്ങൾ പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, നമ്മളത് മാറ്റി തരുമെന്ന് പറയാറില്ലേ ചില ഡോക്ടേഴ്സ് ആണെങ്കിലും സ്റ്റാഫുകളാണെങ്കിലും. പിള്ളേരെ ഓക്കെ, then to be treated in a caring manner. അപ്പൊ നേരത്തെ പറഞ്ഞ എന്താണ്, ഓരോ പേഷ്യൻസും അത് തന്നെ ആഗ്രഹിക്കുന്നത് കേട്ടോ. നമ്മൾ അവിടെ പോകുന്നത് അസുഖം മാറ്റിയെടുക്കാമെന്നൊരു ഉറപ്പ് അവരിന്ന് കിട്ടുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവർ എന്തായിട്ട് നമ്മൾ എന്തായിട്ട് അവർ മാനിക്കണം? ആസ് എ ഹ്യൂമൻ ബീങ് അല്ലെ, നമ്മളൊരു മനുഷ്യനാണെന്നൊരു പരിഗണന അല്ലെ, പേഷ്യന്റ് ഒരു മനുഷ്യനാണെന്ന പരിഗണന കൂടി ആയിരിക്കണം നമ്മൾ അവർ ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെ. യെസ്, you mean treated in a caring manner. Then not treated like a nuisance. എന്താണ് not treated like a nuisance? nuisance എന്ന് പറയുന്നത് എന്താ? nuisance ആവാറുണ്ടോ നിങ്ങൾ? ഇല്ല അല്ലെ. നമ്മളെങ്ങനെ ആവരുത്? അവർക്ക് ശല്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്ത് ഒരു ന്യൂസൻസ് ആയിട്ട് മാറുന്ന ആ ഒരു രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യരുത്. ഓക്കെ, പിന്നെ എഫക്റ്റീവ് സർവീസ് റിക്കവറി പ്രൊസീജിയേഴ്സ്. എഫക്റ്റീവ് സർവീസ് റിക്കവറി പ്രൊസീജിയേഴ്സ് എന്താണ്? എഫക്റ്റീവ് സർവീസ് റിക്കവറി പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസിനെ നമ്മൾ ഒരിക്കലും ഒരു ശല്യമായിട്ട് പോലും പരിഗണിക്കരുത്. അവരൊരു ഹ്യൂമൻ ബീങ്സ് ആയിട്ടായിരിക്കണം പരിഗണിക്കേണ്ടത്. അവരുടെ പ്രോബ്ലംസ് തീർത്തു തരാമെന്ന് വ്യക്തമായിട്ട് ഉറപ്പ് കൊടുക്കുക. അവരെ നമ്മൾ എങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്? അവരിൽ നിന്ന് അവർ നല്ല രീതിയിൽ റിസീവ് ചെയ്യുക അല്ലെ, ഏറ്റവും നല്ല ഗുഡ് മാൻ പൊളൈറ്റ് ആയിട്ട് അവരെ റിസീവ് ചെയ്യുക. ലാസ്റ്റ് വൺ എന്താ ഉദ്ദേശിക്കുന്നത്? എഫക്റ്റീവ് സർവീസ് റിക്കവറി പ്രൊസീജിയേഴ്സ്. റിക്കവറി പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താ പിള്ളേരെ? റിക്കവറി പ്രൊസീജിയർ
ഓരോ പേഷ്യൻസ് എന്തിനു വേണ്ടി വരുന്നത്? അസുഖം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ ഓരോ പേഷ്യൻസും അവിടെ നിന്ന് നല്ലൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. ഓക്കെ, എഫക്റ്റീവ് ആയിട്ടുള്ള സർവീസസും എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും അവര് സ്വീകരിച്ചിട്ട് വേണം അവർക്ക് തന്നാൽ മാത്രമേ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആകുള്ളൂ അല്ലെ. അപ്പൊ അത്രയും മാത്രമേ പേഷ്യൻസുകൾ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലെ. അതായത് അവർക്ക് ഏതുതരം അസുഖമാണ്, ഏതുതരം ബുദ്ധിമുട്ടാണോ, ഏതുതരം ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്ന് മാത്രമാണ്, ട്രീറ്റ്മെന്റ് കിട്ടുക എന്ന് മാത്രമാണ് ഓരോ പേഷ്യൻസും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് ഫലപ്രദമായിട്ടുള്ള നല്ല സർവീസസും കിട്ടണം. അതോടൊപ്പം തന്നെ എന്താണ്, അവർക്ക് അവരുടെ അസുഖം മാറുന്ന രീതിയിലുള്ള പ്രൊസീജിയേഴ്സും അവർക്ക് ലഭ്യമാകും. എങ്കിൽ മാത്രമേ എല്ലാ പേഷ്യൻസും ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് സാധാരണ ഒരു പേഷ്യന്റ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും തന്നെ ഒന്ന് പരിഗണിക്കുക, പ്രത്യേകിച്ച് ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് ഒരു മനുഷ്യനായിട്ട് തന്റെ അസുഖത്തിന് ഒരു അസുഖത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും അവർക്ക് വേണ്ട സർവീസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഓരോ പേഷ്യൻസും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സർവീസ് കൊടുത്താൽ മാത്രമേ ഓരോ രോഗികളും സംതൃപ്തരാകുള്ളൂ, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആകുള്ളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായോ അത്? ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. ഓക്കെ, ശാസ്ത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. പോലെ ഒരു കാര്യം പറയണ്ട, ടീച്ചർ ടിക്ക് ചെയ്യുന്ന പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. സ്ട്രെസ് ചെയ്ത് പഠിക്കുക, എല്ലാം പഠിക്കേണ്ടതല്ല, സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ഒന്ന്, ടീം വർക്കിലെ തേർഡ് പോയിന്റിൽ ഒന്ന് ടിക്ക് ചെയ്യാം കേട്ടോ. ടീം വർക്കിലെ തേർഡ് പോയിന്റ് ടിക്ക് ചെയ്യാം. Be willing to work together എന്ന പോയിന്റ് ടിക്ക് ചെയ്യാം. Then fourth point, share your knowledge. Fourth point ടിക്ക് ചെയ്യാം. Then communication using clear business language എന്നാണ്ടില്ലേ, ആ പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, എക്സ്ട്രാ ഓർഡിനറി സർവീസസ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ മതി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം.